മുണ്ടേരിയിലെ ഒരു ദുരിതബാധിത പ്രദേശത്തേക്കാണ് ഈ യാത്ര. നമുക്കിപ്പം പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ AP അനിൽകുമാറും VS ജോയി അടക്കമുള്ളവരുമുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് വളരെ റിസ്ക് എടുത്തുള്ള ഒരു യാത്രയാണ്. ഈ നാട്ടിലെ നമ്മൾ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലേ ഈ നാട്ടിലെ ജനങ്ങൾ എത്രത്തോളം പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാകേണ്ടത്. കാരണം പാലം ഇരുട്ടുത്തി പാലം 2019 ഒലിച്ചു പോയതാണ്. ഒരു പാലം ഇവിടെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ ഈ ചങ്ങാടത്തിൽ പോകുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ. ഈ ചങ്ങാടം എപ്പോൾ വേണമെങ്കിലും മറിയാം. ആ മറിയാവുന്ന അവസ്ഥയിലാണ് നമ്മൾ കൂടി ഇവിടെ നിൽക്കുന്നത്, ഇതിനകത്ത് കൂടി യാത്ര ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്ക് മഴക്കാലത്ത് കാറ്റുള്ള സമയത്ത് എനിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ഈ പാവങ്ങൾ അനുഭവിക്കുന്നത്. 2 വട്ടം മറിയാൻ പോയ ഒരവസ്ഥ പോലും ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ആ പാലമൊക്കെ പാതി പണിത ഒരു പാലം അവിടെയുണ്ട്. ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതിനൊന്നും പരിഹാരം കാണാൻ കഴിയുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായി, ഇപ്പോൾ അപകടം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. AP അനിൽകുമാർ ഒപ്പം നമുക്കിപ്പം അല്ലേടാ അവിടുന്ന് ചെങ്ങാടത്തിൽ വണ്ടിയല്ല ചെങ്ങാടം അവിടുന്ന് പാണ്ടി എന്നാ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പോഴും ഇവിടൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത് മുള കെട്ടി ഉണ്ടാക്കുന്ന ഇതിനെ പാണ്ടി എന്നാ പറയാ. മുമ്പ് ഇവിടുന്ന് ഈ കടലുണ്ടി പുഴയിലൂടെ അതുപോലെ ഈ ചാലിയാറിലൂടെ ഒക്കെ പ്രധാനമായും കോഴിക്കോട്ടേക്ക് കല്ലായിലേക്ക് മരങ്ങൾ കൊണ്ടുപോയിരുന്നു. ഈ പുഴയിലൂടെ അതുപോലെ പാണ്ടി കെട്ടിയായിരുന്നു. ഇപ്പൊ ഇവിടുത്തെ പ്രയാസം എന്ന് പറഞ്ഞാൽ ഇത്രയും ആളുകളുടെ ഇവിടെ ഇവർക്ക് ഇങ്ങനെ കടന്നു വരേണ്ടി വരിക അല്ലെങ്കിൽ ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞിരുന്നു. ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ഇത് ഹെവി റിസ്ക് ഉള്ളൊരു യാത്രയായിരുന്നില്ലേ എന്ന് വെച്ചാൽ ഇന്ന് പൊതുവെ വെള്ളം കുറവാണ്. വെള്ളം കൂടുതലുള്ളപ്പോൾ ഇതിനകത്ത് റിസ്ക് കൂടുകയും ചെയ്യും. എന്തായാലും വലിയ റിസ്ക് എടുത്തുള്ള ഒരു യാത്രയ്ക്ക് ശേഷം നേതാക്കളെല്ലാം മുണ്ടേരി ഫാമിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തി വോട്ടഭ്യർത്ഥിക്കുകയാണ് നേതാക്കൾ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്സിലല്ലേ മോളാ? അപ്പൊ നമ്മള് MLA പറഞ്ഞേക്കുന്നത് +2 കഴിഞ്ഞാൽ ആര്യ നമ്മൾ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. എടാ എവിടെ വേണമെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. വ്യാപകമായ വന്യമൃഗശല്യമാണ്. എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ ജീവിക്കുന്നത്? സത്യത്തിൽ നമുക്ക് നിറയുന്ന കണ്ണുകളോടുകൂടി മാത്രമേ ഇവരുടെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഇത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു വിഷയമാണ്. ഇത് ഞാനൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ടല്ല ഇതിനെ ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞങ്ങൾ നിയമസഭയ്ക്ക് എത്തിയതിനു മുമ്പ് ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത് ഗൗരവത്തോടു കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും.